ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് 4 മണി ചായക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് നമ്മളത് ആവി കയറ്റാനായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ വൈകിട്ടത്തെ ചായക്ക് ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ അതുപോലെ തന്നെ ബേക്കറിയൊക്കെ കഴിക്കാനായിട്ടും എനിക്കിഷ്ടം ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ നമ്മുടെ അവിൽ കുഴച്ചത് ഇലയട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കും നല്ലതാണ് കഴിക്കാനായിട്ട്. ചൂടൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ചായയൊക്കെ പുറത്തിരുന്ന് കുടിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് അവിടെ പുറത്തൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ അതേ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കട്ടനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ആളേ ഉള്ളൂ, ഞാനും മോനും ഒരാളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 ആളും കൂടി ഇത് ഒക്കെ എടുത്ത് പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ വൈകിട്ട് അധികം ഈ സമയത്ത് തന്നെയാണ് ചായ കുടിക്കാറ്. 2 ആൾക്കും ചായക്ക് കൊണ്ടുവച്ചതാ. അപ്പം മോൻ ചായ എടുത്ത് അപ്പുറത്തോട്ട് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇരുന്നിട്ട് കുടിക്കണത്. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് ഈ സമയത്ത്, വലിയ ചൂടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. പിന്നെ വൈകിട്ട് നമ്മൾ ഒരു സാലഡാണ് ഉണ്ടാക്കണത്, വെജിറ്റബിൾ സാലഡ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു കുക്കുമ്പർ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ബ്രക്കോളി, പിന്നെ കുറച്ച് ലെറ്റ്യൂസിൻ്റെ ലീഫ്, ഒരു സവാള. അപ്പം നമ്മൾ ഈ ബ്രക്കോളിയും പിന്നെ സ്വീറ്റ് കോണൊന്ന് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിളൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ബ്രക്കോളിയും പിന്നെ സ്വീറ്റ് കോണും ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്, ഈ സാലഡ്, വെജിറ്റബിൾ സാലഡ്. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനും കൂടി ഇതിലേക്ക് ഒന്ന് വേവിച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലെറ്റ്യൂസ് ലീഫും പിന്നെ കുക്കുമ്പറും ക്യാരറ്റും പിന്നെ സവാളയും പിന്നെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രക്കോളിയും പിന്നെ സ്വീറ്റ് കോണും
അപ്പോൾ അത് 2-3 മിനിറ്റ് ആവി കയറ്റിയിട്ട് ഞാനൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് ബ്രക്കോളിയും സ്വീറ്റ് കോണൊക്കെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സാൾട്ടും പിന്നെ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മില്ലറ്റിൻ്റെ, അതായത് ബജ്ര കമ്പപ്പൊടി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണത്. അപ്പോൾ ഇത് ഒരു പുട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡും, പിന്നെ പുട്ടിലേക്ക് കുറച്ച് മുതിര ഉപ്പേരിയാണെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ അടുപ്പൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു, പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചു, പിന്നെ അതേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് അടുക്കി വെച്ചു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലുള്ള വൈകിട്ടത്തെ യുദ്ധം ഇന്നത്തെ അവസാനിച്ചു. അപ്പോൾ നമ്മളിത് പാത്രങ്ങളൊക്കെ കഴുകി അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് അടുക്കി പെറുക്കി വെക്കും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ഈവനിങ് വ്ളോഗ്. ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.